ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇവർ വിവാഹിതരാകുന്നു എന്ന പരമ്പരയുടെ 3-ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ സ്കിപ്പ് അടിക്കാണ്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോയിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ ഇടുന്ന ഓരോന്നിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ എത്തണമെങ്കിൽ സബ് ചെയ്ത് വെച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷത്തിലോട്ടൊന്നും പോയാലോ. നമ്മുടെ ഭൂമികയുടെ എൻട്രിയാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. അതായത് പോലീസ് സ്റ്റേഷൻ്റെ നേർ ഓപ്പോസിറ്റാണ് ഭൂമികയുടെ ടീ ഷോപ്പ്. അപ്പോൾ അവിടെ 3-4 സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒരു കുടുംബം പോലെയാണ് നമ്മുടെ ഭൂമിക ആ ഒരു ഷോപ്പ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിക വന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ അവിടെ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പോലീസുകാരെല്ലാം ഒരു ബൊക്കെയൊക്കെ പിടിച്ച് നിൽക്കണം. അപ്പോൾ ഭൂമികയുടെ വിചാരം എന്താണ്, ഇന്നലത്തെ മറ്റേ സ്വർണ്ണക്കടത്ത് ആൾക്കാരെ പിടിച്ചതിലൊക്കെ താനും ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തനിക്ക് ബൊക്ക തരാനായിട്ടാണ് അവരൊക്കെ നിൽക്കുന്നതെന്നാണ് ഭൂമിക കരുതിയത്. അങ്ങനെ ഭൂമിക വളരെ സന്തോഷത്തോടെ തന്നെ ആ ആക്റ്റീവയൊക്കെ കടയുടെ സൈഡിൽ ഒതുക്കി വെച്ചിട്ട് നേരെ അപ്പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പോലീസുകാരടുത്ത് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു ഇന്നലത്തെ ആ സ്വർണ്ണാഭരണ കടത്തിൽ നിങ്ങളൊക്കെ എനിക്കൊരു അനുമോദനം തരും എന്ന് ഭൂമിക പറയാണ്. അപ്പോൾ അവരൊക്കെ ചിരിച്ചു കേട്ടോ. കാരണം അവർ സത്യം പറഞ്ഞാൽ CA വരുന്നതിൻ്റെ ആ ഒരു വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസുകാരെല്ലാവരും നിന്നതാണ്. അങ്ങനെ നമ്മുടെ ഭൂമിജയുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ബൊക്ക തരാൻ പറ്റിയ ഒരാൾ ഇപ്പം തന്നെ എത്തും, അന്നേരം നിനക്ക് തന്നാൽ മതിയെന്ന് ചോദിക്കും. അപ്പോഴേക്കും ആരാന്ന് ചോദിക്കുമ്പോൾ CA. അങ്ങനെ ഭൂമിജ ഒന്ന് ചമ്മിപ്പോകട്ടോ. കാരണം CA വെൽക്കം ചെയ്യാൻ വേണ്ടി നിന്നയാണല്ലോ. അങ്ങനെ അവരുടെ അടുത്ത് കുശലാന്വേഷണമൊക്കെ പറഞ്ഞിട്ട് ഭൂമിജ നേരെ നമ്മുടെ ഷോപ്പിലോട്ട് വരെയാണ്. തൊട്ടിപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ ഭൂമിജയുടെ ഷോപ്പിലെ നമ്മുടെ ഖദീജുമ്മയും അതുപോലെ മറിയാമ്മ ചേട്ടത്തിയും മാത്യൂസ് ചേട്ടനൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും രാവിലെ തന്നെ ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുകയാണ്. എന്നിട്ട് നമുക്ക് തുറക്കാമെന്ന് പറഞ്ഞിട്ട് തുറക്കുകയാണ്. അപ്പം മാത്യൂസ് ചേട്ടൻ പറയും, എന്തായാലും മോള് തന്നെ തുറന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ട് കയറാം, അതല്ലേ നമ്മുടെ പതിവ്. അങ്ങനെ ഭൂമിജ നിലവിളക്കൊക്കെ കത്തിച്ച് എല്ലായിടവും ക്ലീനൊക്കെ ചെയ്ത് അവരെല്ലാ സ്റ്റാഫും കൂടെ ചേർന്ന് വറുപൊരിയും എല്ലാം ചായയൊക്കെ റെഡിയാക്കാനുള്ള കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഓരോ കസ്റ്റമേഴ്സ് വരുന്നവരും ഭൂമിജയായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ ഒരു കുടുംബ അംഗത്തെ പോലെയാണ്. കാരണം അതിലൊരു ദാസേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അയാൾക്കൊരു ഗുഡ് മോർണിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഓട്ടോക്കാരൻ വന്ന് നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഭൂമി മോള് വൈകിട്ട് വരുമ്പോൾ പാഴ്സൽ എടുത്ത് വെക്കണേ, അവൾ കൊണ്ടുപോയിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്ര വിശ്വസ്തമായിട്ട് ഓരോന്ന് ഏൽപ്പിച്ച് ചെയ്യാൻ ആൾക്കാർ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെയാണ് നമ്മുടെ ഭൂമിജ. അങ്ങനത്തെ ഒരു ഷോപ്പാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ നല്ല ഉഷാറായിട്ട് ഭൂമിജ നടത്തിക്കൊണ്ട് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ CA ഇങ്ങനെ വന്ന് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ, ഒരു സ്ഥലത്ത് ടീ ഷോപ്പിൽ കയറി വേറൊരു ടീ ഷോപ്പാണ്, സ്റ്റേഷൻ എത്തിയില്ല. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ ഇറങ്ങണം. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്കോർപ്പിയോ ബ്ലാക്ക് നമ്മുടെ CAയുടെ കണ്ണിൽപ്പെടുകയാണ്. കാരണം കുറച്ച് മുന്നേ ആയിട്ട് അത് തന്നെ ഫോളോ ചെയ്ത് ഇങ്ങനെ വരുന്നത് CAയുടെ കണ്ണിൽപ്പെട്ടായിരുന്നു. അപ്പോൾ അത് അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒതുക്കി നിർത്തണം ഈ ചായക്കടയുടെ ഫ്രണ്ടിലായിട്ട്. അപ്പോൾ CA മനസ്സിലോർത്ത്, എന്നെ ഫോളോ ചെയ്ത് വന്നതാണല്ലോ, ഇതാരാ. അങ്ങനെ അവിടെ ഗ്ലാസ് വെച്ചിട്ട് ഓടിച്ചെന്ന് ആ വണ്ടിയുടെ പുറകിലോട്ട് ചെല്ലണത് വണ്ടി ഒറ്റയടിക്ക് അങ്ങ് വിട്ടു പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അജയ് വിടുന്നില്ല. അജയ് നേരെ ബുള്ളറ്റും എടുത്തുകൊണ്ട് ഈ സ്കോർപ്പിയോയുടെ പുറകെ തന്നെ വിട്ട് പിടിച്ചിട്ട് അവസാനം വണ്ടി വട്ടയിട്ട് പിടിക്കാൻ കേട്ടോ. ആരാണെന്നും പറഞ്ഞ് ചെന്നിങ്ങനെ നോക്കും. ആ സമയം ഡോറ് തുറന്ന് പറഞ്ഞതും അജയ് അങ്ങ് അതിശയിക്കുകയാണ്. കാരണം വേറെ ആരുമല്ല, അജയുടെ അമ്മാവനാണ്, മൂത്ത അമ്മാവനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അജയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അമ്മാവൻ എന്താ ഇവിടെ ടൂറിലാണെന്നാണല്ലോ അമ്മ പറഞ്ഞത്. അതെ, എൻ്റെ അനന്തരവൻ്റെ പുറകെ ഞാൻ എപ്പോഴും ഉണ്ടാകും. കാരണം പുള്ളി ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആയിരുന്ന പോലീസ് സെക്ഷനായിരുന്നു. അപ്പം പുള്ളിയും നല്ല നീതിമാനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. തെറ്റ് കണ്ട പുള്ളി കണ്ണടച്ച് വിടുന്ന ആളല്ല. തെറ്റ് അനീതിയും എവിടെ കണ്ടാലും അതിനെതിരെ എതിർക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതേ ക്യാരക്ടർ തന്നെയാണ് നമ്മുടെ അജയ് CAയ്ക്കും കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അമ്മാവൻ്റെ അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മാവൻ എങ്ങോട്ടാണ്? അപ്പോൾ പറയും, ഞാൻ അമ്മയൊന്ന് കാണാനായിട്ട് പോവാം, തറവാട്ടിലോട്ട് പോവാം, അതായത് സൗഭാഗ്യ ഭവനിലോട്ട് പോവാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ അമ്മാവൻ്റെ ആ റോഡിൽ വെച്ച് തന്നെ അജയ് അമ്മാവൻ്റെ കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. അതിനുശേഷം നേരെ
അജയ് സ്റ്റേഷനിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ അജയിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി അവിടെ പോലീസുകാർ നിൽക്കുമ്പോൾ വേറൊരു വണ്ടി ഇങ്ങനെ വരെയാണ് കേട്ടോ. വണ്ടി അവിടെ വന്ന് നിർത്തും. അതൊരു രാഷ്ട്രീയ നേതാവാണ്, ഏതോ ഒരു ജില്ലാ സെക്രട്ടറിയോ എന്തോ ആണ്. അതായത് അവരുടെ ചിങ്കിടികളെ 4 പേരെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ CA ഉൾപ്പെടെ ചേർന്ന് ആ സ്വർണ്ണാഭരണ കടത്തില്ലേ അമ്പലത്തിലുണ്ടായ ഇൻസിഡൻറ്റ്, അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ലോക്കപ്പിൽ ഇട്ടൊക്കെയാണ്. അപ്പോൾ അവരെ തുറന്നു വിടണം എന്ന രീതിയിലാണ് ഈ നേതാവും അയാളുടെ ഒരു അസിസ്റ്റൻറ്റും കൂടെ വന്നത്. അപ്പം SI പറഞ്ഞു സാർ എത്തിയിട്ടില്ല, സാറാണ് അറസ്റ്റ് ചെയ്തേക്കുന്നതെന്ന് പറയാം. ഏത് സാറാണോ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇടിച്ച് കയറി സ്റ്റേഷൻ്റെ അകത്തോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് താക്കോൽ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ SI പറയാൻ തരില്ല എന്ന് പറയാം. അവസാനം ഈ താക്കോൽ വെളിയിലെടുത്ത് പോക്കറ്റിൽ നിന്ന് വെളിയിലെടുത്തിട്ട് ഇയാളെ തന്നെ ഈ ജില്ലാ സെക്രട്ടറി തന്നെ ആ ലോക്കപ്പ് തുറന്ന് അവരെ 4 പേരെയും പുറത്തിറക്കണം. എന്നിട്ട് പറയും നിങ്ങളുടെ പുതിയ CA ചാർജ് എടുത്ത് കഴിയുമ്പോൾ എന്നെ വന്നൊന്ന് കണ്ടോളാൻ പറയണം, ഞാൻ ആരാണെന്ന് എന്താണെന്നോ അവനെ ഒന്ന് മനസ്സിലാക്കി കൊടുത്തേരെ എന്നൊക്കെ പറയണം. പോലീസുകാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ആ താക്കോൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ ആ ഒരു പോലീസ് ഒരാളെ ചെകിടത്ത് ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അയാളെ മുഖമൊക്കെ മുറിയുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇയാൾ തിരിച്ചിങ്ങോട്ട് ഈ ചിങ്കിടികളെയും വിളിച്ചുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞതും നമ്മുടെ അജയ് അങ്ങോട്ട് വരണേ. അജയുടെ എൻട്രി സ്റ്റേഷൻ്റെ അകത്തോട്ട് വരെയാണ്. അജയ് ഒരൊറ്റ ചവിട്ട് തന്നെ ഈ ജില്ലാ സെക്രട്ടറിയുടെ നെഞ്ചത്തങ്ങ് കൊടുക്കുകയാണ്. പിന്നെ അവിടെ ഒരു മാസ് ഇടി ഡയലോഗും സ്റ്റണ്ടുമാണ്. നീയൊക്കെ ആരാടാ എന്നും പറഞ്ഞുകൊണ്ട് ഇടിച്ച് യുവമാരെ 4 പേരെയും കയറ്റുകയും ചെയ്യും. ശിങ്കിടിക്കിട്ടൊരെണ്ണം കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് ഈ നേതാവിനെയും കൂടെ ചേർത്ത് അകത്ത് കയറ്റുകയാണ്. നേതാവ് കുറേ വീരവാദങ്ങളൊക്കെ അവിടെ കിടന്ന് അടിക്കുന്നുണ്ട്. പാർട്ടി നേതാവാണ് നീ, നിനക്ക് ഞാൻ ആരെന്നറിയാവോ, നിൻ്റെ തൊപ്പി തെറിപ്പിക്കുന്നു. അപ്പം നമ്മുടെ അജയ് പറഞ്ഞു കുറേ തൊപ്പി തെറിച്ച് തന്നെയാണ് ഞാൻ ഈ സ്റ്റേഷനിലെത്തിയത്. അതുകൊണ്ട് അജയ്ക്ക് ഇതൊന്നും ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കേസല്ല എന്ന് തന്നെ ഇങ്ങനെ പറയും കേട്ടോ. അവസാനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം ഈ അജയ് ബാക്കി പോലീസുകാർക്കിട്ട് വഴക്ക് കൊടുക്കണം. കാരണം വേറൊന്നുമല്ല, ഒരു പോലീസുകാരനെ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരുന്ന, ഇതാണോ ഒരു പോലീസ് സ്റ്റേഷനിലെ നീതി? ഇതിൽ നിന്നും ഭേദം ഞാൻ ചൗരി ചെയ്യാനുള്ള സാധനം മേടിച്ചുതരാം, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞ് ബാക്കി സ്റ്റാഫുകളെയൊക്കെ വഴക്ക് പറയണം. കാരണം ഒരു പോലീസുകാരനെ തല്ലുമ്പോൾ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് അത് എതിർക്കണ്ടായിരുന്നു. അവരതൊന്നും ചെയ്തില്ല, കാരണം ഇയാളെ പേടിച്ച്. അവസാനം ഈ തല്ല് കിട്ടിയ പോലീസുകാരനെ കൊണ്ട് ആ ജില്ലാ സെക്രട്ടറിയുടെ ചെകിടത്തൊരെണ്ണം കൊടുപ്പിക്കും കേട്ടോ. കൊടുത്തിട്ട് പറയും ഇറങ്ങി പൊക്കോണമെന്ന് പറയും. അപ്പോൾ അയാൾ പിന്നെ ഡീസൻ്റ് ആവും കേട്ടോ ഈ ജില്ലാ സെക്രട്ടറി. സാറേ യവന്മാരുടെ കാര്യം എന്താ, വളരെ വിനയത്തോടെ ചോദിക്കും. അപ്പോൾ അജയ് പറയും എന്തായാലും യവന്മാരെ കോടതിയിലെത്തിക്കും, അവിടെ നിന്ന് ജാമ്യം കിട്ടുമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞ് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് വിടേണ് കേട്ടോ. അപ്പം ആ ഒരു സീനിൽ ആകെ നാണം കെട്ട് അങ്ങ് പോവേണ്. അപ്പോൾ എന്തായാലും മേളിൽ നിന്നുള്ള ഒരു വിളി അജയ്ക്ക് എന്തായാലും ഉണ്ടാകും. കാരണം ഇയാൾ ഇച്ചിരി പിടിപാടുള്ള ആളാണ്. അപ്പോഴേക്കും നമ്മുടെ DIG വിളി തുടങ്ങി. അപ്പോൾ അജയ് ഫോണെടുത്തു. ആരാണെന്ന് മനസ്സിലായി ഒന്ന് DIG ചോദിക്കുമ്പോൾ മനസ്സിലായി സാറേ എന്ന് പറയാം. അപ്പം ഇങ്ങനെ താൻ അവിടെ സ്റ്റേഷനിൽ ആ ജില്ലാ സെക്രട്ടറി ആയിട്ട് വന്ന ആളെ തല്ലുകയോ മറ്റുമൊക്കെ ചെയ്തോ, അയാൾ എന്ത് തെറ്റാ ചെയ്തത്, എനിക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെന്ന് പറയാം. അപ്പോൾ അജയ് കാര്യം പറയും. കഴിഞ്ഞ ദിവസം ഇങ്ങനെ അമ്പലത്തിൽ സ്വർണ്ണാഭരണ ഇതിൽ 4 പേര് അറസ്റ്റ് ചെയ്തിരുന്നു. ആ അറസ്റ്റ് ചെയ്ത വ്യക്തികളെ ഇയാൾ വന്നിട്ട്, ഇയാളൊരു മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറോ MLA ആരുമല്ല, ഏതോ ഒരു ഇതാണെന്ന് പറയുന്നു. അയാൾ ഒരു സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറി പോലീസുകാരുടെ കയ്യിൽ നിന്നും അവരെ തല്ലി ആ താക്കോൽ മേടിച്ച് സെല്ല് തുറന്ന് ഈ 4 ക്രിമിനൽസിനെയും വെളിയിൽ ഇറക്കി കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു. അപ്പോഴേക്കും DIG ചോദിക്കും താൻ അധികം വലിയ ഇതായിട്ടൊന്നും കേസൊന്നും തെളിയിക്കാൻ നിൽക്കേണ്ടെന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ സാർ, അയാൾ ചെയ്തേക്കുന്ന സെക്ഷൻ 205 308A എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സെക്ഷൻ അങ്ങ് അജയ് ഇതാക്കി കൊടുക്കുകയാണ്. എന്തായാലും ഇയാൾക്ക് അതിൽ പങ്കുണ്ടാവും. ഇനി DIG സാറിനും ഈ സ്വർണ്ണാഭരണ കടത്തിൽ പങ്കുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് അജയ് പറയും ഇനി ഇതിൻ്റെ പേരിൽ സാർ എന്നെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ ചെയ്തോ, എനിക്കൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് മൊബൈൽ അങ്ങ് കട്ട് ചെയ്യും. അപ്പോൾ DIGക്ക് ആകെ ഒരു ഇൻസൾട്ടായിപ്പോൾ ഇഡിയറ്റ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ അങ്ങ് വെക്കുകയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതൊന്നും അജയ്ക്ക് ഒരു പുത്തിരിയായിട്ടുള്ള കേസല്ല. ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തെ കേസ് വന്നാലും അജയ് ഹാൻഡിൽ ചെയ്യും. കാരണം 1 2 സസ്പെൻഷനൊന്നും അല്ല, ട്രാൻസ്ഫറും സസ്പെൻഷനൊന്നും അല്ല, 28ാമത്തെ ട്രാൻസ്ഫറാണ് ഇപ്പോൾ അജയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ബാക്കി കേസും കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ വന്ന് അജയ് എല്ലാം നോക്കുകയാണ്. അപ്പോൾ SI കൊണ്ടുവന്നൊരു കേസ് കൊടുക്കണം, മറ്റേ ആരോഗ്യമന്ത്രിയുടെ മകൻ്റെ ഒരു കേസ്. അത് സൂയിസൈഡ് എന്ന രീതിയിലാണ് സാർ ഞങ്ങൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അജയ് ആ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യാനുള്ള ഒരു തന്ത്രപ്പാടാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബാബുചേട്ടൻ വന്നിട്ട് നമ്മുടെ CAക്ക് ഒരു ചായ തരാൻ നമ്മുടെ ഭൂമികയുടെ അടുത്ത് പറയണം. അപ്പോൾ ഭൂമി നല്ല അടിപൊളിയായിട്ടൊരു ചായ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ കരടിയാവുന്ന
കാണിക്കണേന്നൊക്കെ പറഞ്ഞല്ലോ ചേട്ടാ, എന്താ ആൾ എങ്ങനെയുണ്ട്? അതെ, ഈ ഭൂമികയെക്കുറിച്ചൊന്ന് പറഞ്ഞുതരേന്ന് പറഞ്ഞു. ആ, പറയാൻ പറ്റിയ നല്ല ആളാന്നൊക്കെ പറഞ്ഞ് ഈ പോലീസുകാരൻ ഭൂമിജ കൊടുത്ത ചായയും കൊണ്ട് അകത്തോട്ട് ചെന്നപ്പോൾ ചായക്ക് കടുപ്പം പോരാന്നും പറഞ്ഞ് വീണ്ടും വരും. അപ്പോൾ ഭൂമിജ വീണ്ടും കടുപ്പം ഒന്നും കൂടെ ആക്കി കൊടുക്കും. വീണ്ടും അതുകൊണ്ട് കൊടുക്കുമ്പോൾ അജയ് പറയും ഇതിന് മധുരം കൂടുതലാണ്, മധുരം കുറയ്ക്കണമെന്ന് പറയും. അപ്പോൾ ഭൂമിജ ഒന്ന് നോക്കിയിട്ട് വീണ്ടും മധുരം കുറച്ച് കൊടുക്കും. അപ്പോഴേക്കും അതും കൊണ്ട് ആ പോലീസുകാരൻ ചെല്ലുമ്പോൾ അജയ് പറയും ഇതിന് പാലിൻ്റെ ഇത് കൂടിപ്പോയി, പാൽ ഇത്രയും വേണ്ടാന്ന് പറയും. അപ്പം ഭൂമിജയിൽ കൊണ്ടുവന്ന് ഈ പോലീസുകാരൻ കൊടുത്തിട്ട് പറയും അതെ ഇതിൽ പാൽ കൂടിപ്പോയി എന്ന് പറയും. അവസാനം ഭൂമിജ പറയും ചേട്ടൻ ചെല്ല്, ഈ ഭൂമിജ ചായ കുടിപ്പിച്ചോളാം നിങ്ങളുടെ പുതിയ CAനെ. അങ്ങനെ വേറെ 2 പേർക്ക് ചായയും CAയ്ക്കുള്ള ചായയായിട്ട് ഭൂമിജ സ്റ്റേഷനിലോട്ട് കയറി വരികയാണ്. അപ്പം ബാക്കി SI ഒക്കെ നിൽക്കുമ്പോൾ പറയാം അതെ ഇന്ന് വരെ ഭൂമിജയുടെ ചായ കുറ്റം പറഞ്ഞ് ആരും പറഞ്ഞിട്ടുമില്ല, ആരും വന്നിട്ടുമില്ല. നിങ്ങളുടെ CA അല്ലേ, ഞാൻ കാണിച്ചു കൊടുക്കാം, പുലിയെ ഇല്ലേ എലിയാക്കി ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ഭൂമിജ CAയുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. അവിടെ CA ആണെങ്കിൽ DIG വിളിച്ചതിൻ്റെ ആ ഒരു ഇറിറ്റേഷനിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ജനലിൽ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കിയിരിക്കും. അപ്പം അതെ നിങ്ങൾക്ക് ചെവി കേൾക്കാവോ, ഞാൻ ചായ കൊണ്ടുവന്നിട്ടുണ്ടെന്നിങ്ങനെ നമ്മുടെ ഭൂമിജ പറയും. ഷടപ്പ് എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കണതും അജയ് നോക്കുമ്പോൾ ഈ ഭൂമിക. അപ്പോൾ നീയോ? അപ്പോൾ ഭൂമിജ ഞെട്ടിത്തെറിക്കണം, കാരണം ഇയാൾ CA ആയിരുന്നോ എന്ന രീതിയിൽ. ഭൂമിജയ്ക്ക് അറിയില്ലല്ലോ CA ആണോ, നേരിട്ട് ഇപ്പോൾ കണ്ടപ്പോഴാണ് CA ആണ് എന്നുള്ള കാര്യം ഭൂമിജയ്ക്ക് മനസ്സിലായത്. അങ്ങനെ ഭൂമിജ ഇങ്ങനെ അന്തളിച്ച് ഗ്ലാസും പിടിച്ചുകൊണ്ട് നിൽക്കുക. എന്തിനാടി നീ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടെ കയറിയെന്ന് അജയ് വലിയ ഉച്ചയിൽ ചോദിക്കുക. അപ്പോഴേക്കും ഭൂമിജയുടെ കയ്യിരുന്ന ചായ തെറിച്ച് അജയുടെ ഷർട്ടിലും ആ യൂണിഫോമിലും മൊത്തം ആവുകയാണ്. ഗ്ലാസ് താഴെ വീണ് പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുകയാണ്. ഇനിയിപ്പോൾ നാളെ വരുന്നത് അജയ് ഇവരുടെ ടീ ഷോപ്പിലിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ ബോർഡ് എടുത്ത് മാറ്റാനായിട്ട് പറയുന്നത്. അപ്പോൾ അത് എതിർത്തുകൊണ്ട് ഭൂമിജ അത് പറ്റില്ല സാറേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അജയ് നിന്നെ ഞാൻ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് CA കയറി പോകുന്നത്. അതായത് CA മൊത്തത്തിലൊന്ന് ഭൂമിജേനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നല്ല രീതിക്കല്ല, ഒരല്പം ദേഷ്യവും കനപ്പോടും കൂടെ തന്നെയാണ്. പിന്നെ കാണിക്കുന്ന നാളത്തെ സീനിൽ നമ്മുടെ അജയുടെ മൂത്ത അമ്മാവൻ വീട്ടിൽ വന്ന അമ്മയായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫുൾ വിശേഷം എല്ലാവരും കേൾക്കണം, സ്കിപ്പ് അടിക്കാണ്ട് കേൾക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. പിന്നെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് ഞാൻ കറക്റ്റ് 8:30 തന്നെ അപ്ലോഡ് ചെയ്യും രാത്രി. നാളത്തെ എപ്പിസോഡാണ് 8:30 പ്രൊമോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 2 സീരിയലും നല്ല രീതിയിൽ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഒരു ശുഭദിനവും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇവർ വിവാഹിതരാകുന്നു എന്ന ഫുൾ വിശേഷം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. പിന്നെ നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിൽ ഇനിയിപ്പോൾ സാന്ത്വനം 2 ഉണ്ട്. പിന്നെ മഴതോറും മുമ്പേയുടെ ഫുൾ വിശേഷം രാവിലെ തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. നാളത്തെ വിശേഷം മഴതോറും മുമ്പേ രാത്രി 9:30 അപ്ലോഡ് ചെയ്യും. അപ്പോൾ 4 സീരിയലാണ് 2 ചാനലിലും കൂടെ ഇടുന്നത്. എല്ലാവരും സ്കിപ്പ് അടിക്കാണ്ട് കാണാൻ ശ്രമിക്കണം. ലൈക്കും ഹൈപ്പും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.